സിലബസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തുടങ്ങി കൺകറന്റ് ലിസ്റ്റ് അടക്കമുള്ള വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ് PSC-യുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പഠിക്കാനുള്ളത്. അപ്പം ഈ സിലബസ് അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മുടെ ഈ ക്ലാസ്സുകൾ മുമ്പോട്ട് പോകുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്, അത് എത്ര വർഷത്തെ ഒരു പ്രോസസ്സിലൂടെയാണ് ഇത്രയും വലിയ ലാർജ് ബൾക്കി ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളത് എന്നുള്ള മിനിമം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഇന്ന്. ഇതിനകത്ത് നമ്മുടെ സിലബസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബേസിക് ആണ്. വളരെ ബേസിക് ആയിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു സാധാരണ പൗരന്മാരായ, ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ച്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ജീവിക്കുന്ന നമ്മൾ മിനിമം മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. ഈ കാണിച്ചിരിക്കുന്ന സിലബസ് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മളൊരു 5 അല്ലെങ്കിൽ 6 ക്ലാസ് കൊണ്ട്, മാക്സിമം 5 ക്ലാസ് കൊണ്ട് ഈ എൻ്റയർ സിലബസ് കവർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെ ഒരു കോർപ്പറേഷനും കൂടെ നന്നായി ക്ലാസ്സുകൾ ഇന്ററാക്റ്റീവായി മുമ്പോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ഞാൻ പറയുന്നതിനകത്ത് ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റുകളോ, അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ, എക്സ്ട്രാ പോയിന്റുകൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റുകൾ ഫ്രീ ആയി തന്നെ ചോദിക്കാൻ ശ്രമിക്കണം. അത്തരത്തിൽ മാക്സിമം ഇന്ററാക്റ്റീവ് ക്ലാസ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരു 5 ക്ലാസ് കൊണ്ട് ഈ എൻ്റർ സിലബസ് കവർ ചെയ്യുകയും നിങ്ങൾക്ക് അധികം ഫാക്ച്വലായി പഠിക്കാതെ പരമാവധി കാര്യങ്ങൾ ലോജിക്കായി ഒരു കഥയായി മനസ്സിലാക്കി പഠിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പൊ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുന്ന. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും ഏകദേശം ധാരണയുള്ളവരാണ് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ആദ്യമായി പഠിക്കുന്നവർ കാണും, ഏകദേശം ചില കാര്യങ്ങൾ വായിച്ചു നോക്കിയിട്ടുള്ളവർ കാണും. അത് എല്ലാവർക്കും വേണ്ടി എങ്ങനെയാണ് നമ്മുടെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു ആദ്യമായി കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സജഷൻ വരുന്നത് എന്നതിന്റെ തുടക്കം മുതൽ നമ്മൾ പറയാൻ ആരംഭിക്കുകയാണ്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഈ ഹിസ്റ്റോറിയുമായി ബന്ധപ്പെട്ട് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മോഡേൺ ഹിസ്റ്ററി പോലെയുള്ള ഹിസ്റ്റോറിക്കൽ പാർട്ടിലാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളിപ്പോൾ പഠിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് എവിടെ മുതലാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ വർക്ക് ആരംഭിച്ചത്, അതിനകത്ത് ഈ പറയുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ ഏതെങ്കിലുമൊക്കെ നിയമങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തേക്ക് പങ്കുവഹിച്ചിട്ടുണ്ടോ? അങ്ങനെ പങ്കുവഹിച്ചിട്ടുണ്ടെങ്കിൽ ആ നിയമങ്ങളുടെ ഒരു പ്രസക്തി മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. നമുക്കറിയാം 1498 ആദ്യമായി നമ്മുടെ നാട്ടിലേക്ക് ഒരു യൂറോപ്യൻ ശക്തി കടന്നു വരുന്നത്. എല്ലാവർക്കും അറിയാം ആരാണ് ആ യൂറോപ്യൻ ശക്തി ആദ്യമായി കടന്നു വന്നത്. നിങ്ങളുടെ ഇന്ററാക്ഷൻ ഉണ്ടോ നോക്കാൻ വേണ്ടിയാണ് ഒരു ക്വസ്റ്റ്യൻ തുടക്കം തന്നെ ചോദിച്ചത്. ആരും ഒന്നും മിണ്ടുന്നില്ല. ഓക്കെ, അപ്പം ആ യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് പോർച്ചുഗീസ് ആണ് ആദ്യമായി കടന്നു വന്നത്. രണ്ടാമത് കടന്നു വന്നത് ഡച്ചുകാരാണ് സർ. ഓക്കെ, മൂന്നാമത് ഫ്രഞ്ച്. ഓക്കെ, നാലാമത് ബ്രിട്ടീഷ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞതൊരു തെറ്റുണ്ട്. അപ്പൊ നിങ്ങൾ അതിനകത്ത് ഞാൻ ആദ്യം തന്നെ ക്ലാസ് എടുക്കുമ്പോൾ അപർണ മാഡം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെറിയ കോഡുകൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവസാനമല്ലേ ഫ്രഞ്ച് അവസാനല്ലേ? അതെ. ബ്രിട്ടീഷ് കഴിഞ്ഞിട്ടാണ് ഫ്രഞ്ച്. അതെ. അപ്പൊ നമുക്ക് ഒരു കോഡ് എന്ന പഠിച്ചു വെക്കുക. നമ്മളിപ്പോ സാധാരണ നിലയിൽ എല്ലാവരും പഠിച്ചു വെക്കുന്ന ഒരു കോമൺ കോഡാണ്. നമ്മൾ പോഡ ബീഫെ എന്ന രീതിയിലേക്ക് എല്ലാവരും ഇങ്ങനെ പഠിച്ചു വെക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പോഡ മലയാളത്തിൽ എഴുതുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇത് മലയാളത്തിൽ എഴുതുന്നതായിരിക്കും നല്ലത്. പോഡ ബീഫെ ഇതാണ് ഈ മലയാളത്തിൽ പഠിക്കുന്നത്. ഞാൻ പണ്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കോഡാണ്. ഈ ഒരു ഓർഡറിനകത്ത് ഇങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ 4 പേരാണ് ഓർഡറിൽ വന്നത്. ആദ്യം പോർച്ചുഗീസ് വന്നു, പിന്നീട് ഡച്ച് വന്നു, പിന്നീട് ബ്രിട്ടൻ വന്നു, പിന്നീട് ഫ്രാൻസ് വന്നു. ഈ കോഡ് എല്ലാവരും ഓർത്തിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഈ കോഡ് പഠിച്ചാൽ 2 ഗുണങ്ങളാണുള്ളത്. അതിനകത്ത് ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കോഡ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്ന ഓർഡറും ഇത് തന്നെയാണ്, ഇവർ തിരികെ പോയ ഓർഡറും ഇത് തന്നെയാണ്. ആദ്യം ഇന്ത്യയിൽ നിന്ന് തിരികെ പോകുന്ന യൂറോപ്യൻസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവും ഈ പോർച്ചുഗീസ് തന്നെയാണ്. രണ്ടാമത് തിരികെ പോകുന്ന ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഡച്ചുകാരാണ്. മൂന്നാമത് തിരികെ പോയ ആരാണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടൻ ആണ്. നാലാമത് ഫ്രഞ്ച് ആണ് തിരികെ പോകുന്നത്. നമുക്കറിയാം അവസാനമായി ഗോവയിൽ നിന്നൊക്കെ തിരികെ പോകുന്നത് ഈ പറയുന്ന ഫ്രഞ്ചുകാരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇത് പറയാൻ കാരണം
ആദ്യം പോർച്ചുഗീസ് വന്നപ്പോഴോ അല്ലെങ്കിൽ ഡച്ച് വന്നപ്പോഴോ ഒന്നും ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ആവശ്യകതയോ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സിൽ കൂടുതൽ പഠിക്കും ഇതിനെപ്പറ്റി. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പം ബ്രിട്ടൻ ആണ് നമ്മളുടെ മെയിൻ പ്ലെയർ ഇതിനകത്ത്. ഓക്കെ, ഇപ്പം ബ്രിട്ടൻ വന്നത് എന്താണെന്ന് അറിയുമോ ഇന്ത്യയിലേക്ക്? ഓക്കെ, ബ്രിട്ടൻ വരുന്നത് ഏകദേശം 1600 കൂടിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവിടെ സ്ഥാപിക്കപ്പെടുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ പേര് ജോൺ കമ്പനി എന്നൊക്കെ അറിയപ്പെടുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്നത് 1600കളിലാണ് ബ്രിട്ടനിൽ സ്ഥാപിക്കപ്പെടുന്നത്. അങ്ങനെ 1615 ഇന്ത്യയിലേക്ക് അവർ കടന്നു വരുന്നു. ആദ്യമായി സൂറത്തിൽ അവരുടെ ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞു, നിങ്ങൾ നോട്ട് എഴുതുന്ന ശീലം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഫയലിൽ തരാൻ കഴിയില്ല. അപ്പം പറയുന്ന കാര്യങ്ങളിൽ എക്സ്ട്രാ പോയിന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. പറയുന്ന എല്ലാ പോയിന്റുകളും എക്സ്ട്രാ പറയുന്ന പോയിന്റുകൾ എന്തായാലും നോട്ടിൽ കാണാൻ വഴിയില്ല. ഓക്കെ, അങ്ങനെ 1615 സൂറത്തിൽ അവർ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കുന്നു. അതിനുശേഷം ഇന്ത്യയിൽ നിരന്തരമായി കുറെ ഫാക്ടറികൾ സ്ഥാപിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ ട്രേഡ് മോണോപ്പൊളി, നമുക്ക് കഥയായിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ കഥ കൃത്യമായി ഞങ്ങൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാക്ച്വലായി മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. ഓക്കെ, 1615 സൂറത്തിൽ ഒരു കമ്പനി അവരൊരു ഫാക്ടറി സ്ഥാപിക്കുന്നു. അതിനുശേഷം ഒരു ട്രേഡ് മൊണോപ്പൊളിയിലേക്ക് നീങ്ങുക. ഈ പിന്നീട് വരുന്നവരും അതിനു മുമ്പ് വരുന്നവരെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് ബ്രിട്ടന്റെ ഒരു ട്രേഡ് മോണോപ്പൊളിയിലേക്ക് ഇന്ത്യ നീങ്ങുന്ന സമയമുണ്ട്. അങ്ങനെ കുറച്ച് കച്ചവടങ്ങളൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന വഴിക്കാണ് ഇന്ത്യയിൽ ഭയങ്കര കലാപങ്ങൾ നടക്കുന്നു. അതിനകത്ത് ഏറ്റവും ബ്രിട്ടനെ പിടിച്ചു കുലുക്കിയ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഏറ്റവും ബുദ്ധിമുട്ടിച്ച ഇന്ത്യയിലെ ഒരു സമരം എന്ന് പറയുന്നത് 1757 പ്ലാസി യുദ്ധമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്ലാസി യുദ്ധത്തെ പറ്റി? ഹിസ്റ്ററി ക്ലാസ്സിൽ പഠിച്ചു കാണും. ഓക്കെ, പ്ലാസി യുദ്ധം എവിടെയായിരുന്നു എന്ന് അറിയുമോ? ഓക്കെ, ഒടിവിടാണല്ലോ അല്ലെ? ഓക്കെ, 1757 പ്ലാസി യുദ്ധം നടക്കുന്നത്. ഈ പ്ലാസി യുദ്ധം നടക്കുന്നത് സിറാജുദ്ദൗള എന്ന് പറയുന്ന കൊൽക്കത്തയിലെ ഒരു നവാബുണ്ട്. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റുകൾ നോട്ട് ചെയ്യണമെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത്. ഓക്കെ, 1757 കൊൽക്കത്തയില് ഒരു നവാബ് ഉണ്ടായിരുന്നു, സിറാജുദ്ദൗള. അദ്ദേഹം വളരെ പവർഫുൾ ആയിട്ട് ആ ഭാഗം കൊൽക്കത്ത എന്ന് പറയുന്ന ഒരു പ്രൊവിൻസസിനെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു നവാബായിരുന്നു സിറാജുദ്ദൗള. അദ്ദേഹവും അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു റോബർട്ട് ക്ലൈവ്. ഈ റോബർട്ട് ക്ലൈവിനെയാണ് നമ്മൾ മോഡേൺ ഇന്ത്യയിലെ ബാബർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഈ പറയുന്ന റോബർട്ട് ക്ലൈവിനെയാണ്. PSC പലതവണ ചോദിച്ചിട്ടുണ്ട്, മോഡേൺ ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന ആരാണ്? നമുക്ക് ബാബറിനെ വെച്ച് കണക്ട് ചെയ്യുക. അതായത് ബാബർ എന്ന് പറയുന്നത് മുഗൾ ഭരണത്തിന് തുടക്കം കുറിക്കുന്ന സുൽത്താനാണ് ബാബർ. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിന് ഇവിടെ ഒരു ബേസ് ഉണ്ടാക്കി കൊടുക്കുന്ന ബ്രിട്ടൻകാരനാണ് ഈ പറയുന്ന റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്ന ആള്. ഓക്കെ, അങ്ങനെ റോബർട്ട് ക്ലൈവും സിറാജ് ഉദ്ദൗളയും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിൽ നമ്മൾ പ്ലാസി യുദ്ധം എന്ന് വിളിക്കുന്നു. ആ പ്ലാസി യുദ്ധത്തിന്റെ കാരണങ്ങളൊക്കെ നിങ്ങൾ ഹിസ്റ്ററി ക്ലാസ്സിൽ പഠിക്കും. ഒരു ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്നൊക്കെ പറയുന്ന ഇരുട്ടറ ദുരന്തം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ട്രാജഡിയുടെ ബാക്കിയായിട്ടാണ് ഈ പറയുന്ന പ്ലാസി യുദ്ധം നടക്കുന്നു. പ്ലാസി യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഒരു ഘട്ടത്തിൽ സിറാജുദ്ദൗള ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് സിറാജുദ്ദൗളയുടെ കൂടെയുള്ളവർ തന്നെ അദ്ദേഹത്തിന് കുഴിവെട്ടി കൊടുക്കുന്നു. കുഴിവെട്ടി അദ്ദേഹത്തെ ട്രാപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ട്രാപ്പ് ചെയ്ത് റോബർട്ട് ക്ലൈവ് ആ യുദ്ധത്തിൽ വിജയിക്കുന്നു. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭയങ്കര ഒരു വിജയത്തിലേക്ക് പോവുകയും അങ്ങനെ റോബർട്ട് ക്ലൈവ് അടക്കമുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ വളരെ വലിയ ലാഭം കൊയ്യുകയാണ് ഇവിടെ നിന്ന്. അങ്ങനെ കമ്പനിക്ക് ഭയങ്കര ലാഭം ഉണ്ടാവുകയും പക്ഷെ അത് ബ്രിട്ടൻ ഗവൺമെന്റിന് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളുടെ കഥ ആരംഭിക്കുന്നത്. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് നിങ്ങൾ ഹിസ്റ്ററി ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കഥയായി ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞത്. ഓക്കെ, ഇത്രയും പറഞ്ഞത് ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞങ്ങളുടെ കഥ ഇനിയാണ് ആരംഭിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ?
ഓക്കെ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞതിനകത്ത്? ഓക്കെ 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 ആണെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ നമ്മുടെ കഥ ആരംഭിക്കുമ്പോൾ നമ്മൾ രണ്ടായാണ് ഈ കഥയെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് കമ്പനി റൂൾ ആണ്. 1773 മുതൽ 1773 മുതൽ 1858 വരെ നീണ്ടു നിൽക്കുന്ന കമ്പനി റൂളിലാണ് നമ്മളുടെ ആദ്യത്തെ ഭാഗം ഇരിക്കുന്നത്. രണ്ടാമത്തെ ഒരു സെക്ഷനായി നമ്മൾ പഠിക്കുന്നത് ആ കഥയുടെ രണ്ടാം ഭാഗമാണ്, അല്ലെങ്കിൽ ഇന്റർവെലിന് ശേഷമുള്ള ഭാഗമാണ് ദ ക്രൗൺ റൂൾ എന്നറിയപ്പെടുന്ന 1858 മുതൽ 1947 വരെ നമുക്ക് ഇന്ത്യ ഫ്രീഡം കിട്ടുന്നിടം വരെയുള്ള സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്, നമ്മൾ ഏത് പരീക്ഷ എഴുതിയാലും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ഈ കഥയുടെ രണ്ടാം പാർട്ടിനാണ്, ക്രൗൺ റൂളിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കമ്പനി റൂൾ നമ്മൾ വലുതായി ഡിസ്കസ് ചെയ്ത് പോകില്ല. നമ്മൾ അതിന്റെ ബേസിക് സാധനങ്ങൾ മാത്രം പറഞ്ഞ് മുൻപോട്ട് പോകും. ഓക്കെ, അപ്പം ഇതിനകത്ത് ആദ്യം വരും, നമ്മൾ ഇതുവരെ പറഞ്ഞു, ഞാൻ ആ കഥ നമ്മൾ മുൻപ് പറഞ്ഞ കഥ ഒന്ന് ഓർത്തെടുക്കുക. കമ്പനി വളരെ വലിയ ലാഭം കൊയ്യുന്നു. ഇന്ത്യയിൽ ട്രേഡ് മൊണോപോളിയാണ് അവർക്ക്. ഇന്ത്യക്കകത്തേക്ക് യൂറോപ്പിലുള്ള മറ്റാർക്കും ട്രേഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രം ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്നു. അങ്ങനെ വലിയ സാമ്പത്തിക ലാഭം കമ്പനിക്ക് കിട്ടുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ ഈ കമ്പനി ഭയങ്കര നഷ്ടത്തിലാവുകയും ആ കമ്പനിയിലെ ജോലിക്കാർ അല്ലെങ്കിൽ കമ്പനിയിലെ അഡ്മിനിസ്ട്രേറ്റർ വലിയ ലാഭം കൊയ്യുകയും ചെയ്യുന്നു. ഒരു ഘട്ടത്തിനകത്ത് ബ്രിട്ടനിലെ മന്ത്രിമാരെക്കാൾ സമ്പന്നന്മാരായിട്ട് ഈ കമ്പനിയിലെ അഡ്മിനിസ്ട്രേറ്റർ മാറുകയും കമ്പനി നഷ്ടക്കെണിയിലാവുകയും ഈ കമ്പനി ബ്രിട്ടൻ ഗവൺമെന്റിനോട് ഒരു ലോണിന് അപ്ലൈ ചെയ്യുക. പറഞ്ഞതൊന്നും കൂടി ഞാൻ പറയുകയാണ്, ഇതാണ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കഥ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും നല്ലത് ടേണിംഗ് പോയിന്റുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കമ്പനി ഭയങ്കര നഷ്ടത്തിലാവുകയും ആ കമ്പനിയിലെ റോബർട്ട് ക്ലൈവ് അടക്കമുള്ള അഡ്മിനിസ്ട്രേറ്റർമാർ വലിയ കോടീശ്വരന്മാരാവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ കമ്പനി ബ്രിട്ടന്റെ പാർലമെന്റിലേക്ക് ഒരു ലോണിന് അപേക്ഷയുമായി ചെല്ലുക. ഇപ്പൊ ഇന്ത്യക്ക് കടക്കണി വരുമ്പോൾ നമ്മൾ IMF-ലും വേൾഡ് ബാങ്കിലും ഒക്കെ ലോണിന് പോകുന്നത് പോലെ ഈ കമ്പനി ബ്രിട്ടൻ പാർലമെന്റിലേക്ക് ഒരു ലോണിന് അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ ലോൺ അനുവദിച്ചു തരാം, പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് റെഗുലേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ആദ്യത്തെ റെഗുലേറ്റിംഗ് ആക്ട് വരികയാണ്. അപ്പൊ എല്ലാ കുട്ടികളും പ്രധാനമായിട്ട് ആ ആക്ടുകളുടെ പേര് മറന്നുപോയി. അതുകൊണ്ടാണ് ഈ കഥയായിട്ട് തന്നെ പറഞ്ഞത്. റെഗുലേറ്റിംഗ് ആക്ട് ആദ്യമായി ബ്രിട്ടൻ പാർലമെന്റ് ഈ പറയുന്ന കമ്പനിയെ റെഗുലേറ്റ് ചെയ്യാൻ ആരംഭിക്കുന്ന ആക്ടിനെയാണ് നമ്മൾ റെഗുലേറ്റിംഗ് ആക്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ റെഗുലേറ്റിംഗ് ആക്ട് ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് പഠിച്ചു വെക്കേണ്ടത്, ഒരു PhD ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് റെഗുലേറ്റിംഗ് ആക്ടുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളുണ്ട്. ജസ്റ്റ് നോട്ട് ചെയ്യുക. പോയിന്റ് മാത്രം വളരെ അത്ര ഇമ്പോർട്ടന്റ് അല്ല, പോയിന്റ് മാത്രം ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. ഇതിനകത്താണ് ആദ്യമായി ഈ കമ്പനിക്കകത്തേക്ക് ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവിനെ കൊണ്ടുവരിക. അപ്പൊ നമ്മൾ കഥ വെച്ച് തന്നെ ആലോചിക്കണം, ലോജിക്കലി തന്നെ നിങ്ങൾ ആലോചിച്ച് മുമ്പോട്ട് പോകണം. അതായത് പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവിനെ, അന്ന് വരെ കൃത്യമായിട്ടും ഒരു ട്രേഡ് സംവിധാനം അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സംവിധാനം മാത്രമായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. ആദ്യമായി ബ്രിട്ടൻ പാർലമെന്റ് ഇവിടേക്ക് ഒരു പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസിനെ കമ്പനിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന ആദ്യത്തെ ആക്ട് ആണ് റെഗുലേറ്റിംഗ് ആക്ട് 1773 എന്നറിയപ്പെടുന്നത്. ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, ബ്രിട്ടൻ പാർലമെന്റ് ഇന്ത്യയിൽ ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന റെഗുലേറ്റിംഗ് ആക്ട് വഴിയാണ്. ഓക്കെ, ഈ ആക്ട് വഴിയാണ് ആദ്യമായി ഗവർണർ ജനറൽ എന്ന പേരിലുണ്ടായിരുന്ന കമ്പനിയുടെ പ്രവർത്തനങ്ങളെല്ലാം കൺട്രോൾ ചെയ്തിരുന്ന ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പേരിലേക്ക് നാമകരണം ചെയ്യപ്പെട്ട ആക്ടാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകത, സുപ്രീം കോർട്ട് ഓഫ് കൽക്കട്ട 1774 രൂപവൽക്കരിക്കപ്പെട്ടതിന് കാരണം ഈ പറയുന്ന 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ്. ഓക്കെ, ഇത്രയാണ്, ഈ 4 പോയിന്റുകളാണ് പ്രധാനമായിട്ടും നമുക്ക് 1773 റെഗുലേറ്റിംഗ് ആക്ടുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ആ 4 പോയിന്റ് നമുക്ക് ഒന്നുകൂടെ പറയാം. എന്തൊക്കെയാണ്? പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ഓഫ് ദ കമ്പനിയിൽ ബ്രിട്ടൻ പാർലമെന്റ് ഇടപെട്ടു തുടങ്ങി. രണ്ടാമത്തെ പോയിന്റ്,
ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിൽ ആരംഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പേരിലേക്ക് പേര് തന്നെ മാറ്റപ്പെട്ടു. 4ാമത്തെ പോയിന്റ് ആണ് സുപ്രീം കോർട്ട് ഓഫ് കൽക്കട്ട 1774 ഇന്ത്യയിൽ ആരംഭിക്കപ്പെടുന്നത്. 4 പോയിന്റ് ഓക്കെ ആണല്ലോ. ഓക്കെ, ഇവിടെയാണ് ഒരു പോയിന്റ് കൂടി ജസ്റ്റ് നോട്ട് ചെയ്യുക. കോർട്ട് ഓഫ് ഡയറക്ടർ എന്ന് പറയുന്ന കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ ആദ്യമായി രൂപീകരിക്കപ്പെടുന്നത് ഈ പറയുന്ന 1773 ആക്ടിലാണ്. എന്താണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസിനകത്ത് ഇടപെടാനൊക്കെ ഉണ്ട്. ഈ ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് എന്ന രീതിയിലേക്ക് ഒരു 3 or 4 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു കൗൺസിലിനെ കൊണ്ടുവരും. ആ കൗൺസിലിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരായിരുന്നു നിങ്ങൾക്കറിയാം? ആരായിരുന്നു ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ? ആരെങ്കിലും റിപ്ലൈ പറയോ? എല്ലാവരും ഉറങ്ങുകയല്ല, ക്ലാസ് ശ്രദ്ധിക്കാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ആരായിരുന്നു? അതെ, വാറൻ ഹേസ്റ്റിംഗ് ആണ് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നറിയപ്പെടുന്ന ആൾ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആക്ടിലേക്ക് പോകാം. ഇതിനകത്ത് നമ്മൾ നോട്ട് ചെയ്യാത്ത ഒരു ആക്ട് ഉണ്ട്. അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അത് നമ്മുടെ നോട്ടിനകത്ത് ഉൾപ്പെടുത്താഞ്ഞത്. ഈ പറയുന്ന നമ്മൾ കമ്പനിയെ റെഗുലേറ്റ് ചെയ്യുന്ന ഈ ആക്ടിനകത്ത് കുറച്ച് കൺട്രോള് ബ്രിട്ടീഷ് പാർലമെന്റ് കമ്പനിയുടെ മുകളിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. അത് കമ്പനിക്ക് സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടില്ല. നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുവരെ ഒരു ട്രേഡ് മൊണോപോളി ആസ്വദിച്ചുകൊണ്ടിരുന്ന കമ്പനിയാണ്. പെട്ടെന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് കുറെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് പറയുന്നു, നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ സുപ്രീം കോടതി കൊണ്ടുവരുന്നു. നിങ്ങൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇനി കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനോട് ചോദിക്കണം. നിങ്ങളുടെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ ഇനി മുതൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ടും നമുക്കാണെങ്കിലും ആരെങ്കിലും ഒരാള് കുറെ നിബന്ധനകൾ, കുറെ കണ്ടീഷൻസ് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് കമ്പനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ കമ്പനിയും ഗവൺമെന്റും തമ്മിൽ, ബ്രിട്ടൻ പാർലമെന്റും തമ്മിൽ കുറച്ച് ബുദ്ധിമുട്ടാവുന്നു. അങ്ങനെ 1781 ഒരു അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവരുന്നുണ്ട്. ജസ്റ്റ് ഞങ്ങളുടെ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അഥവാ ചോദിക്കുകയാണെങ്കിൽ, PSC ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. 1781 ഒരു അമെന്റ്മെന്റ് ആക്ട് എന്ന രീതിയിൽ ഒരു ആക്ട് കൊണ്ടുവരുന്നുണ്ട്. ആ ആക്ടിനകത്ത് പറയുന്നത് ഈ സുപ്രീം കോടതി, നമ്മളിപ്പോ ഈ എഴുതിയിരിക്കുന്ന സുപ്രീം കോടതി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന സുപ്രീം കോടതിയുടെ മുൻഗാമിയാണോ എന്ന് PSC ചോദിച്ചാൽ അല്ല. ഇന്ന് കാണുന്ന സുപ്രീം കോടതിയുടെ മുൻഗാമി എന്ന് പറയുന്നത് 1935 ആക്ടിനകത്ത് ഒരു ഫെഡറൽ കോർട്ട് വരുന്നുണ്ട്. ആ ഫെഡറൽ കോർട്ടിനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന സുപ്രീം കോടതിയുടെ മുൻഗാമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ 1774 വന്ന സുപ്രീം കോർട്ട് അന്ന് ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഒഫീഷ്യൽസിന്റെ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ കേസുകൾ മാത്രം കേൾക്കാനെ കൊണ്ട് ഇന്ത്യയിൽ സ്ഥാപിച്ചൊരു സുപ്രീം കോടതിയാണ്. ഈ ആക്ടിനകത്ത് ഈ പറയുന്ന ഗവർണർ ജനറലിനെ അടക്കം സുപ്രീം കോടതിക്ക് നിയന്ത്രിക്കാം എന്നതായിരുന്നു 1773 ആക്ടിൽ കൊണ്ടുവരുന്നത്. പക്ഷേ 1781 ആക്ടിനകത്ത്, ആക്ട് ഓഫ് അമെന്റ്മെന്റ് എന്നറിയപ്പെടുന്ന ആക്ടിനകത്ത് സുപ്രീം കോടതിയുടെ പരിധിയിൽ നിന്ന് ഈ പറയുന്ന ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ അടക്കം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരെ സുപ്രീം കോടതിയുടെ പരിധിയിൽ നിന്നൊക്കെ ഒഴിവാക്കുന്ന ഒരു ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന രീതിയിൽ കൊണ്ടുവരുന്ന ഒരു ആക്ടാണ് 1781 ആക്ട്. ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടുകളിൽ ഒന്നാണ് പിച്ച് ഇന്ത്യ ആക്ട്. പിച്ച് ഇന്ത്യ ആക്ട് വരുന്നത് 1784 ഈ പിച്ച് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ട് ഇതുവരെ പറഞ്ഞത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ പിച്ച് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് ഈ റെഗുലേറ്റിംഗ് ആക്ടുമായി ബന്ധപ്പെട്ട് കമ്പനിക്കുണ്ടായ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. ബ്രിട്ടൻ പാർലമെന്റിനുണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിനൊക്കെ നന്നാക്കി എടുക്കുക ഉദ്ദേശത്തോടു കൂടിയാണ് ആ സമയത്ത് ബ്രിട്ടനിലെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്ന പിറ്റ്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഒരു പിച്ച് ഇന്ത്യ ആക്ട് കൊണ്ടുവരുന്നത്. ഈ പിച്ച് ഇന്ത്യ ആക്ടിനകത്ത് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ഓഫ് കമ്പനിയെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. മനസ്സിലാക്കേണ്ടത് 1773 ആക്ടിനകത്ത് പൊളിറ്റിക്കൽ ഫങ്ഷൻസിനെ പറ്റിയാണ് പറഞ്ഞിരുന്നത്. ആ പൊളിറ്റിക്കൽ ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യാനെ കൊണ്ടാണ് ഒരു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അവിടെ വരുന്നത്. പൊളിറ്റിക്കൽ ഫംഗ്ഷനും അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷനും
പക്ഷേ ഫിറ്റ്സ് ഇന്ത്യ ആക്ടിൽ അങ്ങനെയല്ല. കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ഒരു പ്രത്യേക വിഭാഗവും പൊളിറ്റിക്കൽ ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ മറ്റൊരു പ്രത്യേക വിഭാഗവും വരുന്നതാണ് ഫിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകത. നമ്മൾ കഥ ഓർത്തിരിക്കാനെ കൊണ്ട് ഒരു കുഴിയെടുത്തിട്ട് രണ്ടായി തിരിച്ചു എന്നെല്ലാം ഓർത്തിരിക്കുക. അതായത് കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ, CC, കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ഇനി പൊളിറ്റിക്കൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന, ഇതൊക്കെ ഒരു കൗൺസിലാണ്, 4-5 പേരടങ്ങിയ ഒരു കമ്മിറ്റിയാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് വരുന്നു, പൊളിറ്റിക്കൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ബോർഡ് ഓഫ് കൺട്രോൾ വരുന്നു. അതാണ് ഫിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? മറ്റൊന്നും ഈ ആക്ടിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ടതില്ല. വീണ്ടും വീണ്ടും നമ്മൾ പഠിക്കുക. കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് വരുന്നു, പൊളിറ്റിക്കൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ബോർഡ് ഓഫ് കൺട്രോൾ വരുന്നു. അതാണ് ഫിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകത. ഓക്കെ, അതോടൊപ്പം തന്നെ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. ആദ്യമായി ഇന്ത്യയിലെ സ്ഥലങ്ങളെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യൻ ടെറിട്ടറിയിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്വത്തുക്കളെ ബ്രിട്ടീഷ് പൊസഷൻസ് എന്ന് ആദ്യമായി വിളിക്കുന്നത് ഈ പറയുന്ന ഫിറ്റ്സ് ഇന്ത്യ ആക്ടിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, റെഗുലേറ്റിംഗ് ആക്ടിന് ശേഷം വരുന്ന ഫിറ്റ്സ് ഇന്ത്യ ആക്ടിനകത്താണ് ബ്രിട്ടീഷ് പൊസഷൻസ് ആണ് ഇന്ത്യയിൽ ഉള്ള മുഴുവൻ റവന്യൂ കിട്ടുന്ന, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് റവന്യൂ കിട്ടുന്ന എല്ലാ സ്ഥലങ്ങളും എല്ലാ ബിസിനസ്സുകളും അവരുടെ ബ്രിട്ടീഷ് പൊസഷൻസ് ആണ് എന്ന് വിളിക്കുന്ന ആദ്യത്തെ ആക്ട് ആണ് ഈ പറയുന്ന 1784 ഫിറ്റ്സ് ഇന്ത്യ ആക്ട്. ഓക്കെ, നമ്മൾ മനസ്സിലാക്കുക, ആ രീതിയിൽ തന്നെ കഥയായിട്ട് തന്നെ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് പൊസഷൻസിന്റെ കീഴിലായി. ആദ്യം കമ്പനിയെ റെഗുലേറ്റ് ചെയ്തു. ആ കമ്പനിയെ റെഗുലേറ്റ് ചെയ്യുന്നത് വഴി ഇന്ത്യയെ തന്നെ ബ്രിട്ടന്റെ പൊസഷനാക്കി മാറ്റുന്ന ഒരു ആക്ടാണ് ഫിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫിറ്റ്സ് ഇന്ത്യ ആക്ടിന് ശേഷവും നമ്മൾ നോട്ടിൽ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു ആക്ടും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഈ 1786 വീണ്ടും ഒരു അമെന്റ്മെന്റ് ആക്ട് വരുന്നുണ്ട്. ഒരു അമെന്റ്മെന്റ് ആക്ട് എന്ന പേരിൽ തന്നെ ഒരു ആക്ട് വരുന്നുണ്ട്. ഈ ആക്ട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. നമ്മുടെ ഈ വാറൻ ഹേസ്റ്റിംഗിന് ശേഷം പ്രധാനമായിട്ടും ഗവർണർ ജനറൽ ഓഫ് ബംഗാളായിട്ട് മാറുന്നത് ലോർഡ് കോൺവാലിസ് ആണ്. ഇപ്പൊ ലോർഡ് കോൺവാലിസിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിരുന്നു ലോർഡ് കോൺവാലിസ്. അദ്ദേഹത്തിന്റെ സമയത്ത് കുറെ നിയമങ്ങളും മറ്റ് പുതിയ ടാക്സ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ വാറൻ ഹേസ്റ്റിംഗ്, ആദ്യത്തെ ആളായിരുന്ന വാറൻ ഹേസ്റ്റിംഗ് അങ്ങനെ ഒരു മനുഷ്യനല്ല. അദ്ദേഹം കൂടുതൽ ചരിത്രത്തെ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹം കൂടുതൽ ഇന്ത്യയെ പറ്റി പഠിക്കുന്ന, ഇന്ത്യയുടെ ഹിസ്റ്ററിയെ പറ്റി പഠിക്കുന്ന, ഇന്ത്യ എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ കൾച്ചർ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നൊക്കെ പഠിച്ച മനുഷ്യനാണ്. പിന്നീട് വരുന്ന ഈ പറയുന്ന ലോർഡ് കോൺവാലിസ് എന്ന് പറയുന്നത് ഒരു യുദ്ധക്കുതിയനായ, അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്ഥലങ്ങളിൽ പ്രകൃതിന്ന് മാക്സിമം റവന്യൂ പിരിക്കാൻ ശ്രമിക്കുന്ന, അത്തരത്തിൽ കൂടുതൽ നിയമങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരുന്ന ഒരാളാണ് ഈ പറയുന്ന ലോർഡ് കോൺവാലിസ്. അപ്പം ഫസ്റ്റ് വന്നത് വാറൻ ഹേസ്റ്റിംഗ്, രണ്ടാമത് വന്നത് ലോർഡ് കോൺവാലിസ്. അദ്ദേഹം ഞാൻ ഇവിടുത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആവണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, ആ കണ്ടീഷൻസ് നിങ്ങൾ അംഗീകരിച്ച് തരണം എന്ന് പറയുന്ന ഒരു ആക്ട് ആണ് ഈ പറയുന്ന 1786 അമെന്റ്മെന്റ് ആക്ട് എന്ന് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ആക്ടിൽ എന്താണ് പറയുന്നത് എന്നൊന്നും നിങ്ങൾ പഠിക്കണ്ട. കോൺവാലിസ് അദ്ദേഹത്തിന്റെ കുറെ എനിക്ക് കുറച്ച് സജഷൻസ് ഉണ്ട്, സജഷൻസ് നിങ്ങൾ പാലിക്കണം എന്നൊക്കെ പറയുന്ന ഒരു ആക്ടാണ് 1786 അമെന്റ്മെന്റ് ആക്ട്. ഓക്കെ, പ്രധാനപ്പെട്ട ഇതിനിടയ്ക്ക് നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന 1-2 ആക്ടുകളുണ്ട്. അതിനകത്തൊന്ന് നമ്മൾ നോട്ടിനകത്ത് കൊടുത്തിട്ടില്ല, നമ്മളത് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ആക്ടുകൾ. ഓക്കെ, ഇതിനകത്ത് ഒന്നാണ് 1793 ഫസ്റ്റ് ചാർട്ടർ ആക്ട്. ഫസ്റ്റ് ചാർട്ടർ ആക്ട് അപ്പൊ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഇനി മുതൽ 3 ചാർട്ടർ ആക്ടുകളായിട്ടാണ് ബ്രിട്ടീഷ് പാർലമെന്റ് വരുന്നത്. അതൊന്ന് 1793, 20 വർഷം കൂട്ടുക 1813, വീണ്ടും 20 വർഷം കൂട്ടുക 1833, വീണ്ടും 20 വർഷം കൂടെ കൂട്ടുക 1853. അപ്പം ആ 20 വർഷത്തെ ഗ്യാപ്പിലാണ് 4 ചാർട്ടർ ആക്ടുകൾ. ഇതിനൊക്കെ നമ്മൾ ചാർട്ടർ ആക്ട് എന്നാണ് വിളിക്കുന്നത്. നമുക്ക് പഠിക്കാൻ എളുപ്പത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുക. ഒന്നാമത് വരുന്നത് റെഗുലേറ്റിംഗ് ആക്ട് ആണ്, രണ്ടാമത് വരുന്നത് ഫിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ്,
ക്വിറ്റ് ഇന്ത്യ ആക്ടിന് ശേഷം ഫസ്റ്റ് ചാർട്ടർ ആക്ട് വരുന്ന വർഷം നോക്കുക. 1793 ഫസ്റ്റ് ചാർട്ടർ ആക്ട് വരുന്നത്. ഈ ഫസ്റ്റ് ചാർട്ടർ ആക്ടിന്റെ വർഷം മാത്രം നിങ്ങൾക്കൊന്ന് പഠിച്ചാൽ മതി. 1793 ഫസ്റ്റ് ചാർട്ടർ ആക്ട് വന്നു. 20 വർഷം കൂടുമ്പോൾ വീണ്ടും വീണ്ടും ഓരോ ചാർട്ടർ ആക്ടുകൾ വിധം വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ, പഠിക്കാൻ എളുപ്പമാണല്ലോ. 1793 ഫസ്റ്റ് ചാർട്ടർ ആക്ട് വരുന്നത്. ആ ഒറ്റ വർഷം മാത്രം പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ലോജിക്കൽ ഉണ്ടായിരിക്കുക, 20 വർഷം കൂടുമ്പോഴാണ് ചാർട്ടർ ആക്ടുകൾ വരുന്നത്. എന്തിനു വേണ്ടിയായിരിക്കും ഈ ചാർട്ടർ ആക്ടുകൾ വരുന്നത്? കമ്പനിയുടെ റെഗുലേഷൻസ്, നമ്മളൊരു ഈ ക്രൊണോളജി എപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ, എങ്ങനെയാണ് ഈ സാധനങ്ങൾ ഇങ്ങനെയൊക്കെയായി മാറിയത് എന്ന ക്രൊണോളജി ഉണ്ടെങ്കിൽ, ആ സമയത്ത് ഒരു സാഹചര്യവും കൂടെ പരിശോധിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ആ സമയത്തെ ഇവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ ആ ആക്ട് എന്തിനു വേണ്ടി ആയിരിക്കും ഉണ്ടാക്കിയത് എന്നൊക്കെ ആലോചിച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും PSC ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ. ഓക്കെ, ഈ ഓരോ ആക്ടുകൾക്കകത്തും കമ്പനിയുടെ റെഗുലേഷൻസ് കൂടുതൽ കൂടുതൽ ടൈറ്റ് ആക്കി കൊണ്ടുവരികയാണ്. നമ്മൾ റെഗുലേറ്റിംഗ് ആക്ട് മുതൽ 1853 ചാർട്ടർ ആക്ട് വരെ നോക്കുകയാണെങ്കിൽ, ഓരോ ആക്ട് കഴിയുമ്പോഴും കമ്പനിയുടെ റെഗുലേഷൻ, കമ്പനിക്ക് അകത്തുള്ള റെഗുലേഷൻസ് കൂടുതൽ ടൈറ്റനിങ് ചെയ്യുകയാണ്. ഇപ്പൊ ക്വസ്റ്റ്യനകത്ത് നമ്മൾ പരിശോധിക്കേണ്ടത്, ഇപ്പൊ 4 ഓപ്ഷൻ തരികയാണ്. നിങ്ങൾക്ക് 1, 2, 3, 4 എന്ന് പറയുന്ന 4 ഓപ്ഷനകത്ത് ഈ ആക്ടും കൂടെ വെച്ച് നോക്കുക. ഇതിനകത്ത് ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള ഒരു റെഗുലേഷൻ എന്താണ്, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഏറ്റവും കമ്പനിയെ നന്നായി ടൈപ്പ് ചെയ്യുന്ന റെഗുലേഷൻ ഏതാണ്? നിങ്ങൾ ലോജിക് അപ്ലൈ ചെയ്യുക. അത് ഒന്നാമത്തെ ചാർട്ടർ ആക്ടിലാണോ വരാൻ സാധ്യത? കൂടുതൽ ടൈറ്റ് ഏത് ആക്ടിലായിരിക്കും വരുന്നത്? അങ്ങനെ ലോജിക്കലി നിങ്ങൾക്ക് ഈ സാധനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ 1793 ഫസ്റ്റ് ചാർട്ടർ ആക്ട് കൊണ്ടുവരുന്നു. ഈ ഫസ്റ്റ് ചാർട്ടർ ആക്ടിനകത്ത് പ്രത്യേകിച്ചൊന്നും നമ്മൾ പോയിന്റുകളായിട്ട് നമ്മളൊന്നും പറയുന്നില്ല. ഫസ്റ്റ് ചാർട്ടർ ആക്ട് കൊണ്ടുവന്നിട്ട് പറയുന്നു 20 വർഷം കൂടെ കമ്പനിയുടെ ട്രേഡ് ഇന്ത്യയിൽ അനുവദിക്കുന്നു. ഇനി എല്ലാ 20 വർഷം കൂടുമ്പോഴും ഇവിടുത്തെ എങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് പരിശോധിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ചാർട്ടർ ആക്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ചാർട്ടർ ആക്ടിനകത്ത് സെക്കൻഡ് ചാർട്ടർ ആക്ട് സംബന്ധിച്ച് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത്, ഈ സെക്കൻഡ് ചാർട്ടർ ആക്ട് പ്രകാരമാണ് ഈ പറയുന്ന വെസ്റ്റേൺ മിഷണറീസ് ഒക്കെ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നു. ഇപ്പൊ നമ്മൾ ഇന്ന് ഇപ്പം CMS കോളേജ് എന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ക്രിസ്ത്യൻ മിഷണറീസ് കൊണ്ടുവരുന്ന കോളേജുകളാണ്. അല്ലെങ്കിൽ നമ്മുടെ ഹെർമൻ ഗുണ്ടർട്ട് നമ്മളുടെ പുസ്തകങ്ങൾ എഴുതിയ, അല്ലെങ്കിൽ കേരളത്തിനകത്തേക്ക് കടന്നു വന്ന കേരളത്തിന്റെ ഔഷധ സസ്യങ്ങളെ പറ്റിയൊക്കെ ബുക്ക് എഴുതിയ ഹെർമൻ ഗുണ്ടർട്ട്, ബെഞ്ചമിൻ ബെയ്ലി പോലെയുള്ള ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ അവസരം ഒരുക്കുന്നത് ഈ 1830 സെക്കൻഡ് ചാർട്ടർ ആക്ട് പ്രകാരമാണ്. ഈ ആക്ടിനകത്ത് പറയുന്നു, എഡ്യൂക്കേഷനെ പറ്റി ആദ്യമായി മെൻഷൻ ചെയ്യുന്ന ഒരു ആക്ട് ഈ 1830 ചാർട്ടർ ആക്ട് ആണ്. വെസ്റ്റേൺ മിഷണറീസിന് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കുന്ന ആക്ട് സെക്കൻഡ് ചാർട്ടർ ആക്ട് ആണ്. നിങ്ങൾ എഴുതേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ഈ സെക്കൻഡ് ചാർട്ടർ ആക്ട് പ്രകാരം കമ്പനിയുടെ ട്രേഡ് മൊണോപോളി ഇന്ത്യയിൽ അവസാനിപ്പിക്കുകയും എക്സെപ്റ്റ് ടീ, അതായത് തേയിലപ്പൊടി ഒഴികെയുള്ള മറ്റെല്ലാ സാധനങ്ങളുടെയും ട്രേഡ് മൊണോപോളി ഇന്ത്യയിൽ അവസാനിപ്പിക്കുന്ന ആക്ട് ഏതാണ് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം നൽകേണ്ടതാണ് സെക്കൻഡ് ചാർട്ടർ ആക്ട്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? എക്സെപ്റ്റ് ടീ ഒഴികെയുള്ള ബാക്കിയുള്ള വസ്തുക്കളുടെ ട്രേഡ് മൊണോപോളി ഇന്ത്യയിൽ അവസാനിപ്പിക്കുന്ന ആക്ട് ആണ് സെക്കൻഡ് ചാർട്ടർ ആക്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ ആ ആക്ടിനകത്ത് തന്നെ പറയുന്നുണ്ട്, ചൈനയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ആർക്ക്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. ചൈനയിൽ നിങ്ങൾ ട്രേഡ് മൊണോപോളി കണ്ടിന്യൂ ചെയ്തോ, പക്ഷേ ഇന്ത്യയിൽ ടീക്കകത്തും ട്രേഡ് മൊണോപോളി ഉണ്ട്. പക്ഷെ മറ്റു കാര്യങ്ങൾക്കകത്ത് ഇനി നിങ്ങൾക്ക് ട്രേഡ് മൊണോപോളി ഇല്ല. അതിന്റെ അർത്ഥം ഇനി മറ്റുള്ള വസ്തുക്കൾക്കകത്ത് ബ്രിട്ടനിൽ നിന്നോ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നോ മറ്റൊരാൾക്ക് വന്നിട്ട് ഇവിടെ ട്രേഡ് നടത്താൻ അനുമതി കൊടുക്കുകയും കമ്പനിയുടെ ട്രേഡ് മൊണോപോളി ഏകദേശം അവസാനിപ്പിക്കുകയും ചെയ്ത ഒരാക്ടാണ് സെക്കൻഡ് ചാർട്ടർ ആക്ട്. ഓക്കെ ആണല്ലോ. നമുക്ക് ഈ തേർഡ് ചാർട്ടർ ആക്ടിലേക്ക് വരാം. തേർഡ് ചാർട്ടർ ആക്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് കുറെ പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് നമ്മൾ നോട്ടിനകത്ത് ആക്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന ടൈറ്റില് മാറ്റി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന രീതിയിലേക്ക് നമ്മൾ ഓരോ ആക്ടിനകത്തും പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ബ്രിട്ടനിലെ പാർലമെന്റ് ഈ കമ്പനിയുടെ മുകളിലേക്ക് കൂടുതൽ അധികാരം സ്ഥാപിക്കുന്ന ആക്ടുകളായിട്ടാണ് നമ്മൾ ഇതിനൊക്കെ കാണാൻ പറ്റുന്നത്. ആദ്യം ഈ പറയുന്ന ട്രേഡ് മൊണോപ്പോളി ആയിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ, അത് ഇന്ത്യയിൽ അവസാനിപ്പിച്ചു. എന്നിട്ട് ടീക്ക് മാത്രം ട്രേഡ് മൊണോപ്പോളി 1813 ചാർട്ടർ കൊടുത്തു. അടുത്ത ആക്ട് 1833 വരുമ്പോഴത്തേക്ക് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് പകരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്, ആ പേര് തന്നെ മാറ്റി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? ലോർഡ് വില്യം ബെന്റിക്. ഓക്കെ. ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിംഗ്. ഇനി അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരായിരുന്നു? അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരായിരുന്നു? ഓക്കെ, അത് നമ്മുടെ ലോർഡ് വില്യം ബെന്റിക് തന്നെയാണ്. അതായത് ഈ ഇന്ത്യയിൽ ലോർഡ് വില്യം ബെന്റിക് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്നത് എന്തായിട്ടാണ്? ഗവർണർ ജനറൽ ഓഫ് ബംഗാളായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബ്രിട്ടൻ പാർലമെന്റ് പുതിയൊരു നിയമം കൊണ്ടുവരുന്നു. ഇനി മുതൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ എന്തായിട്ട് അറിയപ്പെടും? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും ആര് തന്നെയാണ്? ഗവർണർ ജനറൽ ഓഫ് ബംഗാളും ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും ആര് തന്നെയാണ്? ലോർഡ് വില്യം ബെന്റിക് തന്നെയാണ്. ഓക്കെ. അപ്പം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പോസ്റ്റ് ആദ്യമായി വരുന്ന ആക്ട് ആണ് ചാർട്ടർ ആക്ട് 1833. ഓക്കെ ആണല്ലോ. ഇനി ഇതിനകത്ത് ഇനി മുതൽ നമ്മള് ഇതുവരെ നമ്മൾ റെഗുലേഷൻ എന്ന വാക്കൊക്കെ ഉപയോഗിച്ചിരുന്നു. ചാർട്ടർ, റെഗുലേഷൻ എന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി വരാൻ പോകുന്ന ആക്ടുകളെയൊക്കെ നമ്മൾ ആക്ട് എന്ന് വിളിക്കും എന്ന് പറഞ്ഞു. ആക്ട് നമ്മൾ ചാർട്ടർ ആക്ടിനകത്ത് ആക്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇനി വരാൻ പോകുന്ന ആക്ടുകൾക്കകത്ത് റെഗുലേഷൻ എന്നോ ചാർട്ടർ എന്നോ പദത്തിന് പകരം ആക്ടുകൾ എന്ന് തന്നെ യൂസ് ചെയ്യും എന്ന് പറയുന്ന ഒരു ആക്ട് കൂടിയാണ് ചാർട്ടർ ആക്ട്. അതോടൊപ്പം തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഒരു കൊമേഴ്ഷ്യൽ ബോഡി ആയിട്ടല്ല, ഇനി മുതൽ ഒരു പ്യൂർലി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാക്കി മാറ്റും എന്ന് പറയുന്ന ആക്ട് കൂടിയാണ് എന്ത്? ഈ ചാർട്ടർ ആക്ട് 1833. ഓക്കെ. നമുക്ക് ഈ ആക്ട് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന സമയത്താണ്. ഈ വില്യം ബെന്റിക്കിനെ നമുക്കറിയാം. ഇപ്പം രാജാറാം മോഹൻ റോയ് സതി നിരോധിക്കുന്ന സമയത്ത് രാജാറാം മോഹൻ റോയ് ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ സതി നിരോധിക്കാൻ പറ്റില്ല. ബ്രിട്ടൻ ഭരിക്കുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കൂടെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന ആ സമയത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്റെ കൂടെ സഹായത്തോടു കൂടിയാണ് ഈ പറയുന്ന സതി നിരോധിക്കപ്പെടുന്നത്. അതിന് ഏറ്റവും കോൺട്രിബ്യൂഷൻ കൊടുത്ത ആളാണ് ഈ പറയുന്ന വില്യം ബെന്റിക്. എന്നാണ് സതി നിരോധിച്ചത്? വർഷമൊക്കെ ഓർമ്മയുണ്ടല്ലോ. 1828 ഇന്ത്യൻ സതി നിരോധിക്കുന്നത്. ഇപ്പൊ രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്ന ഇന്ത്യൻ നവോത്ഥാന നായകൻ, ഇന്ത്യൻ റിനൈസൻസിന്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രാജാറാം മോഹൻ റോയ് ആണ് കുത്തുന്നത്. അപ്പം ആ രാജാറാം മോഹൻ റോയിയുടെ സഹായത്തോടു കൂടി സതി നിരോധിക്കാനൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിന്ന ആളാണ് ഈ പറയുന്ന ലോർഡ് വില്യം ബെന്റിക് എന്ന് പറയുന്ന ആള്. ആ ലോർഡ് വില്യം ബെന്റിക്കിന്റെ നേതൃത്വത്തിൽ ചാർട്ടർ ആക്ടിനകത്ത് കുറെ നിയമങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നു. ഈ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഒരു ലോ കമ്മീഷൻ നിലവിൽ വരുന്നു. ഒരു ലോ കമ്മീഷൻ, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ഒരു ലോ കമ്മീഷൻ നിലവിൽ വരുന്നു. ആ ലോ കമ്മീഷന്റെ പ്രിസൈഡ് ചെയ്യാനെ കൊണ്ട് ലോർഡ് മെക്കാളെ ചുമതലപ്പെടുത്തുന്നു. അങ്ങനെ 1834-35 ആ റേഞ്ചിൽ ആ ഒരു ഇയറിനകത്ത് ഒരു മെക്കാളെ മിനിറ്റ്സ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് വരുന്നു. മെക്കാളെ മിനിറ്റ്സിനകത്ത് ഇന്ത്യൻ എഡ്യൂക്കേഷനെ പറ്റി സൂചിപ്പിക്കുന്നു. അങ്ങനെ വില്യം ബെന്റിക്കിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ആരാ വാറൻ ഹേസ്റ്റിംഗിന്റെ സമയം പോലെ തന്നെ ഇന്ത്യക്കകത്ത് കുറെ പുതിയ നിയമങ്ങളും പുതിയ റെഗുലേഷൻസും പുതിയ നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു സമയമായിട്ടാണ് വില്യം ബെന്റിക്കിന്റെ സമയത്ത് നമ്മൾ നോക്കിക്കാണുന്നത്. ഓക്കെ. അതോടൊപ്പം തന്നെ ഒരു സിവിൽ സെർവൻസ്, ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ ഫോർ സിവിൽ സെർവൻസ് എന്നൊരു ഐഡിയ മുൻപോട്ട് വെക്കുന്നതും ഈ പറയുന്ന മെക്കാളെ കമ്മിറ്റി അല്ലെങ്കിൽ ആദ്യത്തെ ലോ കമ്മീഷനായ മെക്കാളെ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ്. ഈ പറയുന്ന ലോർഡ് വില്യം ബെന്റിക്കാണ് ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ ഫോർ സിവിൽ സെർവന്റ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ആക്ട് കൂടിയാണ് 1833 ചാർട്ടർ ആക്ട്. പക്ഷേ ബ്രിട്ടൻ പാർലമെന്റിലുള്ള ആളുകൾ സമ്മതിക്കുന്നില്ല. അത് ഒരു പരാജയപ്പെട്ടു പോകുന്നു. അങ്ങനെ ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ ഫോർ സിവിൽ സെർവന്റ് ഒന്നും
ഇന്ത്യയിൽ 1833 ആക്ട് പ്രകാരം വരുന്നില്ല. പക്ഷെ PSCക്ക് ചോദിക്കാം, ആദ്യമായി ഇന്ത്യക്കകത്ത് ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ ഫോർ സിവിൽ സർവന്റ് എന്ന് പറയുന്ന നിയമം എഴുതപ്പെട്ടത് ഏത് ആക്ടിനകത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് 1833 ചാർട്ടർ ആക്ട് ആണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ ആണല്ലോ. അതോടൊപ്പം തന്നെ ഈ ആക്ടിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ സ്ലേവറി അബോളിഷ് ചെയ്യുന്നു. ഇന്ത്യയിൽ സ്ലേവറി ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക, നമ്മൾ പോയിന്റ് കൊടുത്തിട്ടില്ല. 5ാമത്തെ പോയിന്റ് ആയിട്ട് എഴുതി നോക്കുക, അബോളിഷൻ ഓഫ് സ്ലേവറി. ഓക്കെ, നോട്ട് ചെയ്ത് നോക്കുക.